ഒരു വശത്ത് യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധം മുറുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും യുദ്ധം എന്തെന്നറിയാതെ മരിച്ചു വീഴുന്നുമുണ്ട്. നിലവിൽ അതുതന്നെയാണ് അവസ്ഥ. ഇപ്പോൾ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ചയും നടത്തി. ഗാസയിൽ വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു. ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്ന് പ്രതികരിച്ച നെതന്യാഹു US-ന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞു. ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ചയും നടത്തി. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം 9ാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത്. വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച് നെതന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്ന് നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് US മധ്യസ്ഥ ശ്രമം ഊർജിതപ്പെടുത്തിയത്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജിത ശ്രമത്തിന് പിന്നിലുണ്ട്. പക്ഷേ മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ പലസ്തീനിലെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം 2025 വരെ നീണ്ടു നിൽക്കുമെന്നാണ് US ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിഷ് വിലയിരുത്തുന്നത്. ഇത് ഇസ്രയേലിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും കണക്കുകൂട്ടുന്നു. മനുഷ്യരെ നഷ്ടപ്പെടുന്നതിന് പുറമെ യുദ്ധം അധിക സൈനിക ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നു. പക്ഷേ അതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ഒരു നടപടി വന്നാൽ മാത്രമേ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും 10,000 ആ മണ്ണിൽ മരിച്ചു വീഴുക മാത്രമല്ല, ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളും തുടച്ചു നീക്കപ്പെടേണ്ട അവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ള ഈ അവസരം വേഗത്തിൽ നടപ്പിലാക്കി യുദ്ധത്തിനൊരു അറുതി വരുത്തണമെന്നാണ് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത്. അതിനിടെ ഇസ്രയേലുമായി എല്ലാ തരത്തിലുള്ള കൂടിക്കാഴ്ചകളും നിർത്തിവെച്ച സ്കോട്ട്ലൻഡ് സർക്കാർ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെയും അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നതുവരെയും ഇസ്രയേലുമായി ഒരു ചർച്ചയും വേണ്ടെന്നാണ് സ്കോട്ട്ലൻഡ് വിദേശകാര്യ സെക്രട്ടറി ആംസർ റോബ്സൺ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുടെ ഭാഗമാകുക, അവിടേക്ക് അയക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക, വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രയേൽ സ്വീകരിക്കുന്നതുവരെയും തങ്ങളുടെ നിലപാട് തുടരുമെന്നും റോബർട്ട്സൺ പറഞ്ഞു. UK-യിലെ ഇസ്രയേലിന്റെ ഡെപ്യൂട്ടി അംബാസഡർ ഡാനിയേല ഗ്രൂട്സ്കിസുമായി റോബർട്ട്സൺ കൂടിക്കാഴ്ച നടത്തിയത് വൻ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഭരണകക്ഷിയായ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി തന്നെ റോബർട്ട്സന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലൻഡ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രയേൽ അംബാസഡറുമായുള്ള ഈ കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ അംബാസഡർമാരായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നും ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയല്ലെന്നും റോബ്സൺ പറഞ്ഞു. ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.